നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിമാനത്താവളത്തിൽ പാർസലുകൾ പരിശോധിക്കാൻ ചുമതലപ്പെട്ട ജീവനക്കാരൻ സ്മാർട്ട് ഫോണുകൾ മോഷ്ടിച്ചതിനെ തുടർന്ന് അറസ്റ്റിലായി. ജോർദാൻ പൗരനായ ഇൻസ്പെക്ടറാണ് ഇത്തരത്തിൽ അറസ്റ്റിലായത്. വാർത്തയിലേക്ക്. ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ പ്രതി 25 പുതിയ ഫോണുകൾ മോഷ്ടിച്ച ശേഷം അവയുടെ സ്ഥാനത്ത് പഴയ ഫോണുകൾ വയ്ക്കുകയായിരുന്നു. കുവൈറ്റി പൗരന്റെ പേരിൽ വന്ന പാർസലിൽ കൃത്രിമം കാണിച്ചാണ് ദുബായ് വിമാനത്താവളത്തിൽ വെച്ച് ഫോണുകൾ ഇദ്ദേഹം കവർന്നത്. ഇയാൾക്കെതിരെ ദുബായ് പ്രാഥമിക കോടതിയിൽ വിചാരണ തുടങ്ങിക്കഴിഞ്ഞു. ജൂൺ 9 കേസിന് ആസ്പദമായ ഇത്തരത്തിലുള്ള സംഭവം നടന്നത്. ചൈനയിൽ നിന്നെത്തിയ ഒരു പാർസലിൽ 408 സ്മാർട്ട് ഫോണുകളാണ് ഉണ്ടായിരുന്നത്. വിമാനത്താവളത്തിൽ വെച്ചൊരു ജീവനക്കാരൻ ഫോണുകൾ പരിശോധിക്കുകയും നിർമ്മാതാക്കളിൽ നിന്ന് ലഭിച്ച അതേ പാക്കേജിൽ തന്നെ അവ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. കൊണ്ടുവന്നപ്പോൾ ഫോണുകൾക്ക് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ മറ്റൊരു ജീവനക്കാരനെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇയാൾ മോഷണം നടത്തിയത്. ജൂൺ 10 ഫോണുകൾ കുവൈറ്റിലേക്ക് കയറ്റി അയച്ചു. പാർസൽ യഥാർത്ഥ ഉടമയ്ക്ക് ലഭിച്ചപ്പോഴാണ് 25 ഫോണുകൾക്ക് പകരം മറ്റ് മോഡലുകളിലുള്ള തകരാറിലായ പഴയ ഫോണുകൾ ലഭിച്ചത്. തുടർന്ന് ഇയാൾ തുടർ നടപടികൾക്കായി പോലീസിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. നേരത്തെയും തനിക്ക് വന്ന പാർസലുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഒരു ബോക്സിലെ മുഴുവൻ ഫോണുകളും എടുത്തു മാറ്റിയ ശേഷം മറ്റൊരു ബ്രാൻഡ് ഫോണുകളുടെ കവറുകൾ മാത്രം ലഭിച്ച മുൻ അനുഭവം ഇദ്ദേഹത്തിന് ഉണ്ടായെന്നാണ് ഇദ്ദേഹം പറയുന്നത്. CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാവിനെ പിടികൂടാനായത്. ബോക്സുകളിൽ നിന്ന് ഫോണുകൾ എടുത്തു മാറ്റുന്നതും പകരം പഴയ ഫോണുകൾ വയ്ക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമായിരുന്നു. മറ്റ് ജീവനക്കാരുടെ ശ്രദ്ധ തെറ്റുന്ന സമയത്ത് ഇയാൾ പലപ്പോഴും ഫോണുകൾ മാറ്റാറുണ്ടെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത്. ഫോണുകൾ എടുത്തു മാറ്റിയ ശേഷം പഴയ പോലെ തന്നെ ഇവ പാക്ക് ചെയ്ത് വെക്കുകയായിരുന്നു. CCTV ക്യാമറ ദൃശ്യങ്ങളിലൂടെ പ്രധാന തെളിവ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട്. കേസ് ഡിസംബർ 8 കോടതി മാറ്റിവെച്ചു. എന്തായാലും ഇദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചതുകൊണ്ട് തൻ്റെ ഫോണ് എവിടെയാണ് പോയതെന്ന് ഇദ്ദേഹത്തിന് അറിയാൻ സാധിച്ചു. എന്നാൽ പലപ്പോഴും പലരും മൗനം അവലംബിക്കുമ്പോൾ എവിടെയാണ് മോഷണം എങ്ങനെയാണ് നടന്നതെന്നൊന്നും അറിയാൻ സാധിക്കില്ല. എന്തായാലും ഇത്തരത്തിൽ കുറ്റക്കാരെ കണ്ടെത്തുക തന്നെ ചെയ്യണം. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.